എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ കഥ രക്തബീജൻ എന്ന് പറഞ്ഞൊരു അസുരന്റെയാണ്. പിന്നെ ദുർഗാദേവിയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രൂപം കാളി ദേവി എങ്ങനെ ഈ രക്തബീജനെ തോൽപ്പിച്ചു എന്നും പറയാം. ഈ രക്തബീജൻ ഒരു അസുര രാജാവായിരുന്നു. ശുംഭനും നിശുംഭനും ഇവനെ യുദ്ധത്തിൽ ദേവികളോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വിട്ടതായിരുന്നു. ഈ അസുരന് ഒരു സ്പെഷ്യൽ പവേഴ്സ് ഉണ്ടായിരുന്നു. ഒരിക്കൽ ബ്രഹ്മാവ് കൊടുത്ത വരമായിരുന്നു. രക്തബീജന് ഒരു വൂണ്ടുണ്ടായാൽ ഒരു തുള്ളി ചോര പോലും താഴെ ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ ആ ഒരു തുള്ളിയിൽ നിന്ന് വേറൊരു രക്തബീജൻ ഉണ്ടാകുമെന്ന്. അതായത് അവന്റെ ചോര ഭൂമിയിൽ വീഴുമ്പം ഒത്തിരി രക്തബീജന്മാരുണ്ടാകുമെന്ന്. അപ്പം ഇതിനേക്കാളും ഒരു പവർഫുൾ ശക്തി ഒരു അസുരൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കാരണം ഭയങ്കര സ്കേരി ആയിരുന്നു ഈ അസുരൻ. അപ്പം രക്തബീജൻ ദുർഗാദേവിയായിട്ട് യുദ്ധത്തിന് പോയി. അപ്പം ഈ ദുർഗാദേവിയെ സഹായിക്കാൻ വന്ന ദേവതകള് ഒരിക്കൽ രക്തബീജനെ അറ്റാക്ക് ചെയ്തു. അപ്പം ഹി സ്റ്റാർട്ടഡ് ബ്ലീഡിങ്. അപ്പം ഉടനെ തന്നെ ഒരുപാട് രക്തബീജന്മാരുണ്ടായി. എന്താ പറയുക, രക്തബീജന്റെ ചോര ഭൂമിയിൽ വീഴുമ്പം ഓരോ രക്തബീജന്മാർ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പം ദേവിക്ക് മനസ്സിലായി ദേവിയുടെ ഏറ്റവും ഫിയേഴ്സ്ഫുള്ളായ രൂപം കാളിദേവി വന്നാലേ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുകയുള്ളൂ. അപ്പം ദുർഗാദേവി കാളിദേവിയെ വിളിച്ചു. ദേവിയുടെ വലിയ മുഖവും നീണ്ട നാവൊക്കെ എടുത്ത് പുതിയ ഈ രക്തബീജന്മാരൊക്കെ വിഴുങ്ങി. എന്നിട്ട് ആ സമയത്ത് ദുർഗാദേവി എന്താ ചെയ്ത? ദുർഗാദേവി ഈ രക്തബീജനെ കുത്തിയ ഉടനെ രക്തബീജന് പിന്നെയും ചോര ബ്ലീഡ് ചെയ്യാൻ തുടങ്ങി. അപ്പം കാളിദേവി ഉടനെ ഒരു തുള്ളി പോലും താഴെ ഭൂമിയിൽ വീഴാത്ത രീതിയിൽ രക്തബീജന്റെ ചോര മുഴുവനായി കാളിദേവി കുടിച്ചു. അപ്പൊ എന്താ ഉണ്ടായ? വേറെ പുതിയ രക്തബീജന്മാരൊന്നും ഉണ്ടായില്ല. പ്ലസ് രക്തബീജന്റെ ഫുൾ ചോര കുടിച്ചെടുത്തു. അപ്പം ഈ അസുരൻ ഭയങ്കര പവർലെസ് ആയി. ആ ഒരു സമയത്ത് ദുർഗാദേവി രക്തബീജനെ കൊന്നു. ഈ കഥയിൽ ആക്ച്വലി ഒരു ഡീപ്പർ മീനിങ് ഉണ്ട്. ശരിക്കും ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രോബ്ലം വരുമ്പോൾ, നമ്മൾ ആ പ്രോബ്ലത്തിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് അതിനെ ഫേസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ആ പ്രോബ്ലമിൻ്റെ സോഴ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അതിനെ ഫിക്സ് ചെയ്യാനാണ് നോക്കേണ്ടത്. ചില സമയത്ത് നമ്മളിപ്പം ഒരു ഇത് വരുമ്പം എത്ര നമ്മൾ ശ്രമിച്ചാലും, എത്ര ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കിയാലും അത് കൂടിക്കൊണ്ടിരിക്കും. അപ്പം അതിൻ്റെ ഒരു സൊല്യൂഷൻ നമുക്ക് പ്രോബ്ലത്തിൻ്റെ സോഴ്സ് മനസ്സിലാക്കുകയാണെങ്കിൽ ചിലപ്പം കിട്ടും. അപ്പം ഇന്നത്തെ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.